അസ്സലാമു അലൈക്കും. പുണ്യ റമളാൻ വന്നു ചേരുകയാണ് അല്ലേ? നമ്മളെല്ലാം ഖുർആൻ ഓതാൻ വേണ്ടി ആവേശത്തോടെ ഇരിക്കുകയാണ്. ഇന്ന് പഠിക്കുന്നത് പോലെ ഖുർആൻ മനസ്സിലാക്കി ഓതിയാൽ നിങ്ങൾക്ക് ആ ഖുർആൻ ഓതുന്നതിലൂടെ നിങ്ങളുടെ കൽബിലേക്ക് ഒരു നൂറ് വരുന്നതാണ്. ഒരു പ്രകാശം നിങ്ങളുടെ കൽബിലേക്ക് വരും. ആ പ്രകാശത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് സമാധാനവും ശാന്തിയുമാണ്. ഇതേപോലെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഖുർആൻ ഓതി അള്ളാഹുവിൻ്റെ ശാപം വാങ്ങി വെക്കരുത്. നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആദ്യം വലിച്ചെറിയപ്പെടുന്നത് ഖുർആൻ ഓതിയ ഹാഫിലീങ്ങളാണ്. അള്ളാഹുവെ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. ഖുർആനെ സമീപിക്കേണ്ടതുപോലെ സമീപിച്ചില്ലെങ്കിൽ ഹൃദയം ഇരുട്ടിലകപ്പെടുന്നതാണ്. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ സഹായിക്കുന്നത് പോലെ നമ്മളെ ആരും സഹായിക്കാനുണ്ടാവുകയില്ല എന്ന്. ഞാനൊരു കഥ പറയാം. അത് ഖുർആനിലുള്ള കഥയാണ്. സൂറത്തു നംലിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ മറുരാജ്യത്ത് അക്രമങ്ങളും ആഭാസങ്ങളും നടന്നപ്പോൾ അവിടേക്കൊരു കത്തെഴുതി. ആ കത്തിൽ ഞാൻ സുലൈമാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത്. ഏത് കാര്യത്തിനും ഖുർആൻ കൊണ്ടാണ് അവർ ഉച്ചരിച്ചിരിക്കുന്നത്. ആ കഥ കേട്ട് ബൽക്കീസ് രാജ്യത്തിലേക്ക് വരികയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇരിക്കുന്നിടത്തേക്ക്. ബൽക്കീസിനെ ഞെട്ടിക്കണമെന്ന് സുലൈമാൻ നബി കരുതുന്നു. ഞാൻ വെറും രാജാവ് മാത്രമല്ല, അള്ളാഹുവിൻ്റെ നബിയാണെന്ന് എന്നറിയിക്കണമെന്ന്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ ജിന്നുകൾ, മനുഷ്യർ അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ബൽക്കീസിനെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആരാണ് ബൽക്കീസിൻ്റെ സിംഹാസനം ഇവിടെ എത്തിക്കുക? ഒരു ജിന്ന് എണീറ്റിരുന്നു പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം ബൽക്കീസിൻ്റെ സിംഹാസനം. ഒരു മനുഷ്യനായ ആൾ പറഞ്ഞു, അങ്ങ് കണ്ണ് ചിമ്മി തുറക്കുന്നതിനു മുൻപ് സിംഹാസനം ഞാൻ ഇവിടെ എത്തിക്കാം. കണ്ണ് അടിച്ചു തുറക്കുന്നതിനു മുമ്പ് ആസിഫ് ബിൻ ബർഗയ എന്ന സ്വഹാബി ആ സിംഹാസനം ഇവിടെ എത്തിച്ചു. അപ്പോൾ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. മനുഷ്യവർഗത്തിൽപ്പെട്ട ആസിഫ് ബിൻ ബർഗയ എന്ന അദ്ദേഹത്തിന് ഇത് സാധിക്കുമെങ്കിൽ നമ്മൾ ഊർജിച്ചെടുത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഖുർആനിൽ ലയിച്ചു ചേർന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. 3 തരത്തിലാണ് ഖുർആനെ ആളുകൾ വഹിക്കുന്നത്. ഒന്നാമത്തേത് ഖുർആൻ സ്ഫുടതമായി തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്നവർ. അവരുടെ ഖുർആൻ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും വലിയ മുനാഫിക്കീങ്ങൾ ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണെന്ന്. അവർ ഖുർആൻ പഠിച്ചതനുസരിച്ച് അവരുടെ കൽബിലേക്ക് എത്തിയിട്ടില്ല. അവർ മറ്റുള്ളവരെ കബളിപ്പിക്കാനും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വലിയ സ്ഥാനം പിടിക്കാൻ മാത്രമാണ് അവർ ഖുർആനിനെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം, ഖുർആൻ മുഴുവനായും അറിയില്ലെങ്കിലും ഖുർആൻ്റെ ആശയങ്ങൾ മുഴുവനായും അറിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പഠിച്ചതാണ് എന്ന് മനസ്സിൽ കരുതി നടക്കുന്നവർ. അവർ നാളെ രക്ഷപ്പെട്ടേക്കാം. മൂന്നാമത്തെ വിഭാഗം, അത് ഹാമിലുൽ ഖുർആനാണ്. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആ വിഭാഗത്തിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ നൂറ് പ്രകാശിപ്പിക്കുന്നവരാണ്. അവരുടെ കൽബിൽ ഖുർആൻ ആഴ്ന്നിറങ്ങിയവരാണ്. ഇൻഷാ അള്ളാഹ് ഇത് ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.